Hi students, welcome to the class for Environment Management and Human Rights. Today we are going to discuss an essay on some of the environmental issues we are facing locally. ഇപ്പം നമ്മുടെ ഇമീഡിയറ്റ് എൻവയോൺമെൻറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പല എൻവയോൺമെൻറ്റൽ ഇഷ്യൂസും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എസ്സേയിൽ നോക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് വൺ വരുന്നത് ലാൻഡ്സ്കേപ്പ് ഓൾട്ടറേഷൻ ആണ്. ലാൻഡ്സ്കേപ്പ് അറിയാമല്ലോ, നമ്മുടെ ആ ഒരു ഭൂപ്രകൃതിയിൽ നമ്മൾ ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുത്തുന്നതിനാണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് ഓൾട്ടറേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ നമുക്ക് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ഒരു ഗാർഡൻ കൺസ്ട്രക്ട് ചെയ്യുന്നതിനൊക്കെ. അപ്പോൾ ആർട്ടിഫിഷ്യലി നമ്മൾ പല ചേഞ്ചസും നമ്മുടെ എക്സിസ്റ്റിംഗ് എൻവയോൺമെൻറ്റിൽ വരുത്തുന്നതിനെയാണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് ഓൾട്ടറേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് മാത്രമല്ല, പിന്നെ നാച്ചുറലായിട്ടുള്ള പല നാച്ചുറൽ ഡിസാസ്റ്ററൊക്കെ എന്തോ സംഭവിക്കാറുണ്ട്, നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ചേഞ്ചസ് വരുത്താറുണ്ട്. ഇപ്പോൾ ഫ്ലഡ് വന്നിട്ടായാലും ഡ്രോട്ട് വന്നിട്ടായാലും അല്ലെങ്കിൽ പലതരത്തിലുള്ള എർത്തുക്വേക്ക് ആയിക്കോട്ടെ, ഇവയെല്ലാം തന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഓൾട്ടറേഷൻസ് വരുത്താറുണ്ട്. അപ്പം എന്താണ് ഈ ലാൻഡ്സ്കേപ്പ് ഓൾട്ടറേഷൻ? ദറ്റ് ഈസ് ഫങ്ഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ലാൻഡ്സ്കേപ്പ് എലമെൻറ്റ്സ് ഓർ ക്യാരക്ടേഴ്സ് ഇൻ ഓർഡർ ടു അറ്റൈൻ എഫിഷ്യൻസി, ഫങ്ഷണാലിറ്റി, കമ്പാറ്റബിലിറ്റി ആൻഡ് ഈസ്തെറ്റിക്സ്. അപ്പം നമ്മൾ കൂടുതൽ നമ്മുടെ ലാൻഡ്സ്കേപ്പ് ടൂറിസം ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യുന്നതിനാകാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതോ നമ്മുടെ കമ്പാറ്റബിലിറ്റിക്ക് വേണ്ടി നമുക്ക് ഒരുപാട് നമുക്ക് കാര്യങ്ങൾ നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ലാൻഡ്സ്കേപ്പിൽ പല ചേഞ്ചസ് വരുത്താറുണ്ട്. അപ്പം മാൻമെയ്ഡ് ആയിട്ടും ഓൾട്ടറേഷൻ സംഭവിക്കാറുണ്ട്. എന്തൊക്കെ ആയാലും ഈ ലാൻഡ്സ്കേപ്പ് ഓൾട്ടറേഷൻ കൊണ്ട് പല പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും ഉണ്ടാകും, നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മരങ്ങൾ വെട്ടി നശിപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ ടൂറിസം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റത്തിൽ പല ചേഞ്ചസും മോഡിഫിക്കേഷൻസും വരുത്തുന്നുണ്ട്. അപ്പം അത് പലതിന് ഹാബിറ്റാറ്റ് ലോസ് ഉണ്ടാകുന്നതിനും ഒക്കെ കാരണമാകാറുണ്ട്. അപ്പം മോഡിഫിക്കേഷൻ ഓഫ് ഇക്കോസിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ലാൻഡ്സ്കേപ്പ് ഓൾട്ടറേഷൻ. നെക്സ്റ്റ് ക്വാറിയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാറ കുഴിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ക്വാറിയിങ് എന്ന് പറയുന്നത്. അപ്പം എക്സ്ട്രാക്റ്റിംഗ് റോക്ക് യൂസിങ് ഓപ്പൺ കാസ്റ്റ് ടെക്നിക്സ് ആൻഡ് ലീവിങ് ലാർജ് ഹോൾസ് ഇൻ ദി ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ഈ പാറ ഖനനം ചെയ്തെടുക്കുമ്പോഴത്തേക്കും അവിടെ വലിയൊരു കൊക്ക പോലെയുള്ള ഒരു സ്ഥലമായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം ആ ഒരു ക്വാറിയിങ്ങിന് ശേഷം നമ്മുടെ ലാൻഡ് ഒരുപാട് ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഈ ക്വാറിയിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്വാറിയിങ് ഹാവ് ദ ഫോളോയിങ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ്. എൻവയോൺമെൻറ്റലി നമ്മൾ ഈ ക്വാറിയിങ് കൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. ദ ഫസ്റ്റ് വൺ ഈസ് ലോസ് ഓഫ് നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറോഷൻ. നമുക്ക് സോയിൽ ഇറോഷൻ സംഭവിക്കാം. അതുപോലെ തന്നെ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്, അത് ആക്ച്വലി ഒരു ലാൻഡ്സ്കേപ്പിൽ സംഭവിക്കുന്ന ഒരു ആൾട്ടറേഷൻ തന്നെയാണ്. ബയോഡൈവേഴ്സിറ്റി നമുക്ക് നഷ്ടപ്പെടാം. അപ്പോൾ അത്രയും ഏരിയ നമ്മൾ ഡീഗ്രേഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ലോസ് ഓഫ് ഈസ്തെറ്റിക് വാല്യൂ ടു ദി ലോക്കൽ ലാൻഡ്സ്കേപ്പ്. നമ്മുടെ ആ ഒരു ലോക്കൽ ലാൻഡ്സ്കേപ്പിൽ ഉണ്ടായിരുന്ന നാച്ചുറൽ ബ്യൂട്ടി, ഈസ്തെറ്റിക് മീൻസ് ആ ബ്യൂട്ടി നമുക്ക് നഷ്ടപ്പെടുന്നു. നെക്സ്റ്റ്, നോയിസ് പൊല്യൂഷൻ. ഈ ക്വാറിയിങ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്, അപ്പം നോയിസ് പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഇറ്റ് അഫക്ട്സ് ബയോഡൈവേഴ്സിറ്റി അഫക്റ്റ് ചെയ്യും. ദർ ഈസ് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ ഹൈഡ്രോളജി, അതായത് വാട്ടർ ഫ്ലോയെയും അതിൻ്റെ ക്വാളിറ്റിയെയും അതിൻ്റെ പരിസരത്തുള്ള വാട്ടർ ഫ്ലോയെ അത് അഫക്റ്റ് ചെയ്യും, ക്വാളിറ്റി അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ക്വാറിയിങ് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ഈസ് കോസ്റ്റൽ ഇറോഷൻ. അതായത് തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ്, അതുപോലെ അവിടെയുള്ള സെഡിമെൻറ്റ്സ്, റോക്സ്, ഇവയൊക്കെ ഗ്രാജുവലി ഡിസപ്പിയർ ആകുന്ന ആ ഒരു പ്രോസസ്സാണ് കോസ്റ്റൽ ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പം അത് നാച്ചുറലി ഉണ്ടാകുന്ന പല പ്രോസസ്സുകൾ കൊണ്ടുമാണ് ഈ കോസ്റ്റൽ ഇറോഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ട് ഈ മണ്ണ് കടൽ കരയിലേക്ക് കയറുന്നതിനും നമ്മുടെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റിനെയും അല്ലെ ഹാർബർ, കോസ്റ്റൽ റിക്രിയേഷണൽ ഏരിയാസ്, വെറ്റ്ലാൻഡ്, ഇവയൊക്കെ അത് അഫക്റ്റ് ചെയ്യും. ഈ കോസ്റ്റൽ ഇറോഷൻ അഫക്റ്റ് ചെയ്യും. ദ പ്രോസസ് ഓഫ് ഗ്രാജുവലി ഡിസപ്പിയറിങ് മെറ്റീരിയൽ ലൈക്ക് സാൻഡ്, സെഡിമെൻറ്റ്സ് ആൻഡ് റോക്ക് ഫ്രം ദി കോസ്റ്റൽ പ്രൊഫൈൽ. ഇതിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ ശക്തമായ കാറ്റുകൊണ്ട്, അതുപോലെ സ്ട്രോങ് വേവ്സ്, ഹൈ ടൈഡ്സ്, ഹൈ വേവ്സ്, അതുപോലെ കൊടുങ്കാറ്റ്, സ്റ്റോം സർജ് കണ്ടീഷൻസ്, ഇവയൊക്കെ മൂലമാണ് ഈ കോസ്റ്റൽ ഇറോഷൻ സംഭവിക്കുന്നത്. ദ കോസ്റ്റൽ റിട്രീറ്റ് വിൽ അഫക്റ്റ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്, ഹാർബർ, കോസ്റ്റൽ റിക്രിയേഷണൽ ഏരിയാസ്, വെറ്റ്ലാൻഡ്, മാർഷസ്, എക്സെട്ര.
നെക്സ്റ്റ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ഈ സാൻഡ് മൈനിങ്, മണ്ണ് ഖനനം ചെയ്തെടുക്കുക. നമ്മുടെ കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ വളരെയധികം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഈ സാൻഡ് മൈനിങ് എന്ന് പറയുന്നത്. നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ വേണ്ടി നമുക്ക് എന്ത് ആവശ്യമുണ്ട്? സാൻഡ് ആവശ്യമുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു ഓപ്പൺ പിറ്റിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരത്തില്ല. പക്ഷേ ഇത് റിവർ ബെഡുകളിൽ നിന്നും ബീച്ചസിൽ നിന്നും ഓഷ്യൻസിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സാൻഡ് മൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ എൻവയോൺമെൻറ്റിന് വലിയ ഒരു ആഫ്റ്റർ എഫക്റ്റ്, ബാഡായിട്ടുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് സംഭവിക്കുന്നുണ്ട്. ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ് we mine sands through an open pit or sometimes from oceans, riverbeds and beaches. It leads alteration of physical characteristics of river and a riverbed. അപ്പം റിവർ ബെഡ്സിലും റിവേഴ്സിലും അതിൻ്റെ നാച്ചുറലി ഉള്ള ആ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വരുന്നതിനും അവയ്ക്ക് പല ദോഷങ്ങൾ സംഭവിക്കുന്നതിനും കാരണമാകും. അത് നമ്മുടെ ഇക്കോസിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും, പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഹാബിറ്ററ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പം അത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇതൊരു സീരിയസ് ഇഷ്യൂ തന്നെയാണ്. അപ്പം നമ്മുടെ കേരളത്തിലുള്ള റിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്മോളർ ആയിട്ടുള്ള റിവറാണ്, ലിമിറ്റഡ് ആയിട്ടുള്ള ബെഡ് റിസോഴ്സുകളാണുള്ളത്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെ സാൻഡ് മൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യും. ഈ റിവർ കൊണ്ട് ജീവിക്കുന്ന, റിവറിൽ നിന്നുള്ള റിസോഴ്സുകൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവരെയൊക്കെ എന്ത് ചെയ്യും? ഇത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ സാൻഡ് മൈനിങ് എന്ന് പറയുന്നത് വളരെ അത് ആക്ച്വലി ഈ റിവർ ബെഡുകളിൽ നിന്നൊക്കെ ഇങ്ങനെ സാൻഡ് മൈൻ ചെയ്തെടുക്കുന്നത് എഗെയിൻസ്റ്റ് ലോ ആണ് അല്ലേ? അങ്ങനെ നമ്മൾ പല മാഫിയകളും ഒക്കെ, ഈ മണൽ മാഫിയ എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ വലിയ രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. നെക്സ്റ്റ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂ വി ആർ ഫേസിങ് നവഡേയ്സ് ഇസ് ദ ഡീഗ്രഡേഷൻ ഓഫ് മാൻഗ്രോവ്സ്. മാൻഗ്രോവ് എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടുകളെയാണ്. കണ്ടൽക്കാടുകൾ വളരുന്നത് ഈ പുഴയും കടലും ചേരുന്ന ഭാഗത്ത്, ഈ ചതുപ്പ് നിലങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ വളരുന്ന കാടുകളെയാണ് ഈ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. അപ്പം കണ്ടൽക്കാടുകളെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മളുടെ ഉഷ്ണമേഖല മഴക്കാടുകളേക്കാൾ 50 ടൈംസ് കൂടുതലായിട്ട് കാർബൺ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള നാച്ചുറൽ റിസോഴ്സാണ് ഈ മാൻഗ്രോവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവയെ നമ്മുടെ പൊല്യൂഷൻ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മുടെ ക്ലൈമറ്റിനെയൊക്കെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബയോഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് ഈ മാൻഗ്രോവ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ കൂടുതലും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സുകളിലാണ് മാൻഗ്രോവ്സ് കാണപ്പെടുന്നത്. അപ്പം മാൻഗ്രോവ്സ് എന്ന് പറയുന്നത് ദേ ആർ ഹൈലി പ്രൊഡക്റ്റീവ് ഇക്കോസിസ്റ്റം വിത്ത് റേറ്റ്സ് ഓഫ് പ്രൈമറി പ്രൊഡക്ഷൻ ഈക്വൽ ടു ദോസ് ഓഫ് ട്രോപ്പിക്കൽ ഹ്യൂമിഡ് എവർഗ്രീൻ ഫോറസ്റ്റ്. അപ്പം ഉഷ്ണമേഖല മഴക്കാടുകളാണ്. അപ്പോൾ അവയൊക്കെ അതേപോലൊക്കെ തന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റമാണ് ഈ മാൻഗ്രോവ് എന്ന് പറയുന്നത്. മാൻഗ്രോവ് നമ്മളുടെ ഒരു ഗ്ലോബൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 to 2% എവരി ഇയർ നമ്മുടെ മാൻഗ്രോവ്സുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവയൊക്കെ നമ്മളൊരു ബയോസ്ഫിയർ റിസർവുകളായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പം കൂടുതലായിട്ട് കണ്ടൽക്കാടുകൾ നമ്മൾ വെച്ച് പിടിപ്പിക്കണം. അപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഇതിൻ്റെ ഒരു മെയിൻ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഹ്യൂമൻ ആക്ടിവിറ്റീസ് റെപ്രസെൻറ്റ് എ മേജർ ത്രെഡ് ഫോർ മാൻഗ്രോവ് ഹാബിറ്റാറ്റ്സ്. ഇപ്പോൾ മാൻഗ്രോവ് നശിക്കുന്നതിൽ കൂടുതലായിട്ടും മനുഷ്യൻ്റെ കൈകടത്തുകൾ തന്നെയാണുള്ളത്. ഇപ്പോൾ നശിപ്പിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. ഒരുപാട് പക്ഷികൾക്കൊക്കെ ഹാബിറ്റാറ്റാണ് ഈ മാൻഗ്രോവ് എന്ന് പറയുന്നത്. അത്ഭുതകരമായ വിധം നമുക്ക് പല നാച്ചുറൽ ഡിസാസ്റ്ററുകളും കൺട്രോൾ ചെയ്യാൻ ഈ മാൻഗ്രോവ്സുകൾക്ക് കഴിവുണ്ട്. അപ്പോൾ അതാണ് ഒരു വലിയ എൻവയോൺമെൻറ്റൽ ഇഷ്യൂ. നെക്സ്റ്റ് ഡീഗ്രഡേഷൻ ഓഫ് വെറ്റ്ലാൻഡ്. വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങളെയാണ് നമ്മൾ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. വെറ്റ്ലാൻഡ്സ് ക്യാൻ ബി സീൻ ഇൻ ഓൾമോസ്റ്റ് എവറി കോണ്ടിനെൻറ്റ്സ് എക്സെപ്റ്റ് അന്റാർട്ടിക്ക ഒഴിച്ചുള്ള എല്ലാ കോണ്ടിനെൻറ്റ്സിലും കാണപ്പെടുന്നുണ്ട്, വെറ്റ്ലാൻഡുകൾ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്, ഇക്കോസിസ്റ്റമാണ് ഈ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. വെറ്റ്ലാൻഡിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പല നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും കൺട്രോൾ ചെയ്യാൻ ഇതിന് കപ്പാസിറ്റി ഉണ്ട്. ആക്ച്വലി വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടുകളാണ്. അത് കടലിലെയോ അല്ലെങ്കിൽ പുഴയിലോ അല്ലെങ്കിൽ ശുദ്ധജലമോ ഒക്കെ കൊണ്ട് നിറഞ്ഞ എന്നാൽ വളരെ ആഴമില്ലാത്ത ജലസ്രോതസ്സുകളാണ്. ജലസ്രോതസ് എന്ന് പറയാൻ പറ്റില്ല, ചെളി നിറഞ്ഞ പ്രദേശങ്ങളാണ് ഈ തണ്ണീർത്തടങ്ങളെന്ന് പറയുന്നത്. അപ്പം ഇത് ഇവിടെ പല ജീവികൾക്കും ഹാബിറ്റാറ്റാണിത്. അതുപോലെ തന്നെ നമ്മുടെ ജലശുദ്ധീകരണത്തിലൊക്കെ ഇവയ്ക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ സയൻറ്റിസ്റ്റുകൾ ഈ വെറ്റ്ലാൻഡുകളെ വിശേഷിപ്പിക്കുന്നത് ഭൂമിയുടെ കിഡ്നീസ് എന്നുള്ള രീതിയിലാണ്. അപ്പം അങ്ങനെ പല നാച്ചുറൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫങ്ഷണൽ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഈ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ വെറ്റ്ലാൻഡ് സംരക്ഷിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പം വെറ്റ്ലാൻഡ് ഡീഗ്രഡേഷൻ ഹാസ് പൊട്ടൻഷ്യൽ ഇൻഫ്ലുവൻസ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്, ബയോഡൈവേഴ്സിറ്റി, റീജിയണൽ ക്ലൈമറ്റ് ആൻഡ് റീജിയണൽ ഇക്കോളജിക്കൽ സെക്യൂരിറ്റി. നമ്മുടെ റീജിയണൽ ക്ലൈമറ്റിനെ വരെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ആൻ അർജൻറ്റ് ടാസ്ക് ടു റിക്കവർ ദ ഡീഗ്രേഡഡ് വെറ്റ്ലാൻഡ്.
നമ്മൾ ഈ വെറ്റ്ലാൻഡുകൾ അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യപ്പെട്ട വെറ്റ്ലാൻഡുകൾ റീസ്റ്റോർ ചെയ്യേണ്ടത് ഏറ്റവും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വെറ്റ്ലാൻഡ് അതിനുവേണ്ടി പല പ്രവർത്തനങ്ങളും നമ്മൾ ആഗോളതലത്തിൽ തന്നെ ഈ വെറ്റ്ലാൻഡ് സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ റോളെന്ന് പറയുന്നത് ഇക്കോളജിക്കൽ സർവീസസിൽ ഇത് ഭൂമിയുടെ കിഡ്നി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം പല നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് തടയുന്നതിലും ഈ വെറ്റ്ലാൻഡിന് പങ്കുണ്ട്. അപ്പോൾ ജലശുദ്ധീകരണത്തിലൊക്കെ ഇവ പങ്കുവഹിക്കുന്നു. ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിനെ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്ന കാരണങ്ങൾ ഓവർ ഫിഷിംഗ്, അതുപോലെ ഹണ്ടിങ്, ഓവർ ഗ്രേസിങ്, ഇവയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രധാന ഭീഷണികൾ. Next, Ramsar Convention. Ramsar Convention is actually a convention on wetland, which is an international agreement for the conservation and sustainable use of wetland. വെറ്റ്ലാൻഡിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, അത് കൺസേർവ് ചെയ്യുന്നതിനും അതിൻ്റെ സസ്റ്റൈനബിൾ യൂസിനും വേണ്ടി ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു പല രാജ്യങ്ങൾ സൈൻ ചെയ്ത ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റാണ് റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ് എന്ന് അറിയപ്പെടും. ഇത് റാംസാർ കൺവെൻഷൻ എന്നറിയപ്പെടുന്നത്, റാംസാർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിറ്റി ഇൻ ഇറാനിലുള്ള ഒരു സിറ്റിയാണ്. അവിടെ ഒരു റാംസാർ സൈറ്റ് ഉണ്ട്, ഒരു വെറ്റ്ലാൻഡ് സൈറ്റ് ഉണ്ട്. അപ്പോൾ അത് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്, അതായത് വെറ്റ്ലാൻഡിൻ്റെ ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് കരുതിക്കൊണ്ട് അവ സംരക്ഷിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് കണക്കാക്കിക്കൊണ്ട് അത് ഏതൊക്കെ രീതിയിൽ സംരക്ഷിക്കാം അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കുന്നതിന് വേണ്ടി ഇൻ്റർനാഷണൽ ലെവലിൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്. അപ്പം നമുക്കറിയാം ഇത് പല പക്ഷികളുടെയും വാട്ടർഫോൾ വാട്ടർഫോൾ എന്ന് പറയുന്നത് ഗീസ്, ഡക്ക് പോലെയുള്ള അക്വാറ്റിക് ബേർഡ്സ് ആണ്. അപ്പോൾ അവയ്ക്കൊക്കെ ഉള്ള ഒരു ഹാബിറ്റാറ്റാണ് ആക്ച്വലി വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. മാത്രമല്ല അത് നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ പല ഫങ്ഷൻസും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഗർത്തിൻ്റെ കിഡ്നി ആയിട്ടാണ് നമ്മൾ വെറ്റ്ലാൻഡിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷൻസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1971 ഇത് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റാംസർ കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ് ഓഫ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്, especially as a waterfall habitat, is an international treaty for the conservation and sustainable use of wetland. It's also known as Convention on Wetland. It's named after the city of Ramsar in Iran, where the convention was signed in 1971. Ramsar site is a wetland site designated to be of international importance under the Ramsar Convention. അപ്പോൾ റാംസാർ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെറ്റ്ലാൻഡ് സൈറ്റാണ്. അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവിടെ വെച്ചാണ് ഇത് സൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് റാംസർ കൺവെൻഷൻ എന്നറിയുന്നത്. നെക്സ്റ്റ്, മോൺട്രിക്സ് റെക്കോർഡ്. മോൺട്രിക്സ് റെക്കോർഡ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വെറ്റ്ലാൻഡുകളുടെ ഒരു ലിസ്റ്റാണ് ഈ മോൺട്രിക്സ് റെക്കോർഡ് എന്ന് പറയുന്നത്. നമ്മൾ ICUN റെഡ് ലിസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, അതുപോലെ ഒരു വെറ്റ്ലാൻഡിന് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള വെറ്റ്ലാൻഡുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അവയുടെ ഒരു ലിസ്റ്റാണ് മോൺട്രിക്സ് റെക്കോർഡ്. അതായത് പല ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്, പൊല്യൂഷൻ, അതുപോലെ ഹ്യൂമൻ ഇൻ്റർഫിയറൻസ്, പല രീതിയിലുള്ള ഇവയൊക്കെ വഴി വെറ്റ്ലാൻഡ് ഡീഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവയ്ക്ക് വെറ്റ്ലാൻഡുകൾ ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള വെറ്റ്ലാൻഡുകൾ അവയ്ക്ക് സംഭവിച്ചത് എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും, അതിൻ്റെ ചേഞ്ചസ് എല്ലാം കാണിച്ചുകൊണ്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു റെക്കോർഡാണ് ആക്ച്വലി മോൺട്രിക്സ് റെക്കോർഡ് എന്ന് പറയുന്നത്. The Montreux Record is a register of wetland sites on the list of Ramsar wetlands of international importance. അപ്പോൾ റാംസാർ വെറ്റ്ലാൻഡ്സിൽ സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ആ വെറ്റ്ലാൻഡുകളുടെ ഒരു ലിസ്റ്റിൽ ഇതുപോലെ ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വെറ്റ്ലാൻഡുകളുടെ ഒരു ലിസ്റ്റ്, ദറ്റ് ഇസ് വെയർ ചേഞ്ചസ് ഇൻ ഇക്കോളജിക്കൽ ക്യാരക്ടർ ഹാവ് occurred or occurring or are likely to occur as a result of technological developments, pollution or other human interference. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന 1-2 വെറ്റ്ലാൻഡുകൾക്ക് എക്സാമ്പിളാണ് ഡെപ്പർ ബീൽ ഇൻ ആസാം, രേണുക വെറ്റ്ലാൻഡ് ഓൺ ഹിമാചൽ പ്രദേശ്, എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലോക്കലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ മോൺട്രിക്സ് റെക്കോർഡും അതുപോലെ തന്നെ റാംസാർ കൺവെൻഷനും നമ്മുടെ വെറ്റ്ലാൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന 2 സംഭവങ്ങളാണ് റാംസാർ കൺവെൻഷനും മോൺട്രിക്സ് റെക്കോർഡും. ഓക്കെ, താങ്ക് യു.